എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ. ശരി, വണ്ടി എടുക്കടാ. അതല്ലാന്ന് നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? എന്താ സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത ദൈവം അവർക്ക് വീണ്ടും നിങ്ങളോ? അതിനകത്ത് വളകരില്ലെന്ന്, അതിനകത്ത് വളകരില്ല. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? വിഷയം വേറൊന്നുമില്ല. രേണു സുധിയും ഫാമിലിയും കൂടി ചേർന്ന് എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എന്നിട്ട് രേണുവിന്റെ അച്ഛൻ ഘോര എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ എന്താണ് എന്റെ ഭാഗം ക്ലിയർ ചെയ്ത്, കോടികൾ തട്ടിപ്പ് നടത്തിയ വ്യാജ ബിഷപ്പിന്റെ കൈക്കാരനായിരുന്ന കേസ് തൂണിലും തുരുമ്പിലും തുരുമ്പ് പിടിച്ചും ഈ അച്ഛനുണ്ട് പറയുന്നു. എന്റെ മോളെ ഇവൻ ചുണ്ടലി നച്ചലി എന്നൊക്കെ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ബോഡി ഷെയിം ചെയ്തെന്നും പറയുന്നുണ്ടായിരുന്നു. ഹലോ, ഞങ്ങളെ ശരിക്കും ദേഷ്യപ്പെട്ടാണ് വിട്ടത്. അത് എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? എന്നെ വാടപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആ വ്യാജ ബിഷപ്പിന്റെ കേസ് അടക്കം ഞാൻ എക്സ്പോസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഈ ബിഷപ്പുമായിട്ട് എന്താണ് ഇവരുടെ ബന്ധം? എങ്ങനെയാണ് കൊല്ലം സുധിയുടെ ചടങ്ങുകൾ ഇങ്ങനെ നടത്തിയത്? ഇതൊക്കെ ഞാനെന്ത് കർത്താവിന്റെ ഒരു ഇടയൻ എന്നെ കൊണ്ടാവുന്നു. ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? എന്റെ മോള് കൊണ്ടുവരുന്ന 200-500 രൂപയാണെന്ന്. ആടുകയും പാടുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്റെ മോടെ നെഞ്ചില് മുഴുവൻ അടുത്ത് പറഞ്ഞു പൊൻകുന്നം ജയിലിൽ കിടക്കുന്നവനാണ് ആ കോടികൾ തട്ടിപ്പ് നടത്തിയ 4 ബിഷപ്പെന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ നോക്കിയപ്പോൾ അതുള്ള കാര്യമാണ്, വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ആ ബിഷപ്പിന്റെ കൈക്കാരനാണ് രേണുവിന്റെ അച്ഛനെന്ന് ഞാൻ പറഞ്ഞതിന് ശേഷം രേണു തന്നെ ഒരു വീഡിയോയിൽ ഒന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങേരിനെ അവിടെ ഇരുന്ന് സമ്മതിക്കുന്നുണ്ട്. എന്തൊക്കെയായിരുന്നു? സംസാരിച്ചിട്ടില്ല. നിങ്ങൾ വിഷമിക്കണം. പോകണേ, എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.